ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എന്താ വെച്ചാൽ സോപ്പ് അല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ന് നിങ്ങളൊരു പുതിയൊരു ഇതാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മള് ഷവർ ജെല്ലാണ് ഉണ്ടാക്കാൻ പോണത്. ബോഡി വാഷ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇത് അതിന്റെ ബേസ് ആണ്, 1 കിലോന്റെ ബോട്ടിലാണിത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് ഫുൾ എടുക്കണില്ല, നമ്മൾ ജസ്റ്റ് ഒരു 200 ഗ്രാം 225 ഗ്രാമിന്റെ ഒരു ഇത് ഉണ്ടാക്കണുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഈ ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഷവർ ജെല്ല ബോഡി വാഷ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ. അപ്പൊ നമുക്കൊരു അടിപൊളി സൾഫേറ്റ് ഫ്രീ ആണ്, പാരബിൻ സൾഫേറ്റ് ഫ്രീ ആണ് ബേസ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. അതുപോലെ അലോവേര എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. അലോവേര ഷവർ ജെല്ലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മള് വൈറ്റമിൻ ഇയുടെ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് നമ്മൾ ലാവൻഡറിന്റെ സ്മെല്ലാണ് ചേർക്കുന്നത്. ലാവൻഡറിന്റെ ഒരു പർപ്പിൾ കളറും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഡിയം വാട്ടർ ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഫുള്ളായിട്ട് ഉണ്ടാക്കണില്ല. ഞാൻ ഈ ഒരു കിലോന്റെ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. 1 കിലോ ബേസിലേക്ക് എത്ര ഗ്രാം സാധനങ്ങളൊക്കെ ചേർക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇതെന്ത് സംഭവിച്ചാൽ 1 കിലോ സൾഫേറ്റ് ഫ്രീ ഷവർ ജെല്ലിൻ്റെ ബേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ സൾഫേറ്റ് ഫ്രീ ബേസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ 1 കിലോ ബേസ് ഉണ്ടാക്കാനുള്ള ഒരു അളവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഡിയം വാട്ടർ എക്സ്ട്രാക്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതുപോലെ കളറ്, പെർഫ്യൂംസ്, വൈറ്റമിൻ ഇയുടെ ഓയില്, അതുപോലെ ഏത് എക്സ്ട്രാക്റ്റ് എന്ന് വെച്ചാൽ അത്, ഡിയം വാട്ടർ, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിപ്പോൾ 1 കിലോ സൾഫേറ്റിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. ഫ്രീ ആയിട്ടുള്ള ബേസാണ്, സൾഫേറ്റ് ഫ്രീ ബേസാണ് ഷവർ ജെൽ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കിലോ ബേസിലേക്ക് നമുക്ക് 400 ഗ്രാമോളം ഡിയം വാട്ടർ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതിപ്പോൾ 400 ഗ്രാം നമ്മൾ 1 കിലോ ഉണ്ടാക്കണില്ല, അതിനുള്ള ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1 കിലോ ബേസിലേക്ക് 400 ഗ്രാം ഡിയം വാട്ടർ. അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റ് നമുക്ക് ആവശ്യം വരുന്നത് 50 ഗ്രാം എക്സ്ട്രാക്റ്റ് ആണ്. അത് നമുക്ക് അലവേര എടുക്കാം, നീം എടുക്കാം, നമ്മുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു 50 ഗ്രാമോളം എക്സ്ട്രാക്റ്റ്. അതുപോലെ വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 20 ഗ്രാം വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഇതിലേക്ക് ആവശ്യം വരുന്നത് കേട്ടോ. ഗ്ലിസറിൻ എടുക്കുമ്പോൾ വെജിറ്റബിൾ എടുക്കുക. അത് 20 ഗ്രാമാണ് 1 കിലോ ബേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ വരുന്നത് നെക്സ്റ്റ് വൈറ്റമിൻ ഇയുടെ ഓയിൽ. അത് നമുക്ക് ആവശ്യം വരുന്നത് ഇതിലേക്ക് 1 ഗ്രാമോളം വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർക്കാം കേട്ടോ. അതുപോലെ നമുക്ക് ഇതിലേക്ക് ഇനി ഫ്രാഗ്രൻസ് ആണ്, നമ്മുടെ ഇഷ്ടത്തിനുള്ള സ്മെല്ല് കൊടുത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാം. അതായത് അതിലേക്ക് നമുക്കൊരു 8 ഗ്രാം 1 കിലോ ബേസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പെർഫ്യൂംസ്. അതുപോലെ നമുക്ക് ഇതിലേക്ക് കളറ് നമ്മുടെ ഇഷ്ടം, കളർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതിനനുസരിച്ച് നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതങ്ങനെ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം. നമ്മൾ സോപ്പിലൊക്കെ ചേർക്കണ പോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കളർ കൊടുത്ത് ഇത് സെറ്റ് ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മുടെ കയ്യിലൊരു പുതിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാനത് കൊറിയർ വഴി അയച്ചു തരാം. അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരാം. ഇത് നല്ല അടിപൊളി സൾഫേറ്റ് ഫ്രീ പാരബിൻ ഫ്രീ ബേസാണ് കേട്ടോ. ഷവർ ജെല്ലിൻ്റെ ബോഡി വാഷ് ഉണ്ടാ. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക, വാങ്ങിച്ച്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഒരു ഇതും കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ ഇത് ഫുൾ ഉണ്ടാക്കണില്ല. ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം 220 ഗ്രാമോളം വരുന്ന ഒരു ഇതിൽ കണക്കാക്കി ഉണ്ടാക്കി കാണിച്ചു തരാം ഉണ്ടാ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ 175 ഗ്രാമോളം ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഷവർ ജെല്ലിൻ്റെ ബേസ് നമ്മൾ 175 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 50 ഗ്രാം ഡിയം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ എക്സ്ട്രാക്റ്റ്, അലവേര എക്സ്ട്രാക്റ്റ് ആണ് ചേർക്കാനുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഒരു 6 ഗ്രാമോളം ചേർത്തോളുണ്ട് കേട്ടോ. ഓക്കെ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഗ്ലിസറിൻ ഒരു 3 ഗ്രാം അതും ചേർക്കാം. ഓക്കെ, ഗ്ലിസറിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള നമ്മുടെ വൈറ്റമിനീര ഓയിൽ നമുക്കൊരു 1 ഗ്രാമോളം അത് ചേർത്ത് കൊടുക്കാം. അത് 1 കിലോയിലേക്ക് നമുക്കത് മതി. ഇതിലേക്ക് ഞാനൊരു 2 ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അടിപൊളി ഷവർ ജെൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഇത് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകണ്ട, ഫ്രാഗ്രൻസ് കുറച്ച് ചേർക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ഇഷ്ടത്തിന് 2 ഗ്രാമൊക്കെ മതി. ഇതിലേക്ക് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. ഇതിൽ കുറച്ചല്ലേ ഉള്ളൂ. 1 കിലോയിലേക്ക് ഏകദേശം 8 ഗ്രാമോളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ലാവൻഡറിൻ്റെ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാവൻഡറിൻ്റെ സ്മെല്ലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിലേക്ക് ഒരു ലൈറ്റ് കളറ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷവർ ജെൽ ഇത്രയുള്ള വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ തിക്നെസ്? നമ്മുടെ അടിപൊളി ബോഡി വാഷ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ആയിട്ട് നല്ല സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള നല്ല ബോഡി വാഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള വളരെ സിമ്പിളാണ്. ചെറിയൊരു വരുമാന മാർഗ്ഗമൊക്കെയാണ് കേട്ടത്. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് വാങ്ങാൻ ഇത്രയ്ക്കുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ബോട്ടിലുകൾ കാര്യങ്ങളിലൊക്കെ നിറച്ച് ചെറിയ 100 ഗ്രാമിൻ്റെ 200 ഗ്രാമിൻ്റെയൊക്കെ ബോട്ടിലാക്കി നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടുപ്പിച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ തിക്നെസ് ഒക്കെയാണ്. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് അത് കഴിഞ്ഞാൽ ബോട്ടിലേക്ക് നമ്മളിത് പകർത്തി വെച്ച നമ്മുടെ ഷവർ ജെല്ല് ബോഡി വാഷ് റെഡി ആയി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷവർ ജെല്ല് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് കൈ കഴുകി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു സ്വല്പം എടുത്താൽ മതിയിട്ട് അതിലേക്ക്. കണ്ടില്ലേ നിങ്ങൾ? ഒരു സ്വല്പം മതി. എടുത്തതിന് ശേഷം നന്നായി ഡ്രൈ സ്കിന്നിൽ ഇതാക്കാം വേണ്ട. അപ്പം അതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടില്ലേ? നല്ല ബോഡിയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഉണ്ടാ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പോൾ ഈ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാനൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് വേണമെങ്കിൽ സോപ്പ് ഉണ്ടാക്കലായതും ഇതുപോലെ ജെല്ലുകളായാലും ഒക്കെ നമ്മുടെ കയ്യിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷവർ ജെല്ല് ഫുൾ സെറ്റായി കിട്ടണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ഷവർ ജെല്ല് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷവർ ജെല്ലിൻ്റെ അവസാനത്തെ ഇത് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല അടിപൊളി ഷവർ ജെല്ല് ബോഡി വാഷ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.